ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാറും നൽകിയ മൊഴി SIT പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. അതേസമയം എ. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് വ്യക്തമാക്കുന്ന രേഖകൾ പത്മകുമാറിന്റെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തെന്നാണ് വിവരം. പത്മകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എ. പത്മകുമാറിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ലെന്നാണ് SIT നൽകുന്ന സൂചന. ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ.പി. ശങ്കരദാസും എൻ. വിജയകുമാറും SIT നിരീക്ഷണത്തിലാണ്. എല്ലാം എ. പത്മകുമാർ മാത്രം തീരുമാനിച്ചതെന്നായിരുന്നു ഇരുവരുടെയും മൊഴി. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതിൽ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തില്ലെന്നും എന്നാൽ പിന്നീട് ദേവസ്വം മിനിറ്റ്സിൽ കൃത്രിമമായി തീരുമാനമായി വന്നുവെന്നും ഇവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇരുവരെയും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആറന്മുളയിലെ എ. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് സാമ്പത്തിക രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടെന്നാണ് SITയുടെ സംശയം. ഇത് തെളിയിക്കുന്ന റിയൽ എസ്റ്റേറ്റ് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് പത്തനംതിട്ടയിൽ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങി. അസ്വാഭാവികമായ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ലഭിച്ചെന്നും SIT വിലയിരുത്തുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് എ. പത്മകുമാറിന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യസന്ദർശകനായിരുന്നുവെന്നും ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നും SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.